ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ചേമ്പോണ്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ അങ്ങനെ നല്ല മുരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഫ്രൈ ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചേമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരെ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ അരിയുമ്പോൾ ഭയങ്കര കട്ടി കൂടിയിട്ടുള്ള പീസും ആവാൻ പാടില്ല, വളരെ തിന്നും ആവാൻ പാടില്ല കേട്ടോ. ഇതുപോലെ തന്നെ വേണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഞാൻ കുറച്ച് കുറവായിട്ടാണ് ഇട്ടിരിക്കുന്നത്. എല്ലാതും കഴിഞ്ഞ് ഫ്രൈ ആയതിനു ശേഷം കുറച്ചും കൂടി നമ്മൾ തൂവി കൊടുക്കും. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇതെല്ലതും കൂടെ ചേർത്തിട്ട് ഈ കിഴങ്ങിലേക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇനി അത് ചൂടായതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ കിഴങ്ങുകളൊക്കെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ നിരത്തി വെക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമ്മളങ്ങനെ വെക്കണം. അപ്പോഴേക്കും ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം എല്ലതും മറിച്ചിടുക. ഒന്നൊന്നായിട്ട് തന്നെ മറിച്ചിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മാത്രമേ 2 ഭാഗം ഒരുപോലെ തന്നെ മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ 2 ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാനുള്ള സമയമായിട്ടോ. കുറച്ച് ബാക്കിയുള്ള ഉപ്പും കൂടി ഒന്ന് തൂവി കൊടുക്കുക. പിന്നെ ആദ്യം നമ്മൾ ഇട്ടിട്ടുള്ള കരിവേപ്പിലൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പൊടിയായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഫുള്ള് നമുക്ക് എല്ലാ കഷ്ണത്തിൻ്റെ മേലേക്ക് ഒന്ന് വരുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നല്ല ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.